ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. മഹാനവറുകൾ വഫാത്തായപ്പോൾ അതാ ജനാസ കിടന്ന് ചിരിക്കുകയാണ്. ഇമാമുൽ തബീ മുഹ്യിദ്ദീൻ ത്വമഈ എന്നവര് മുഅ്ജമു മൻ റആ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി വൽ ഇഖ്ലാ എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ 1000 ചില്ലാനും മഹത്തുക്കളുടെ കഥ പറയുന്നുണ്ട്. അവരിൽ പലരും ഹബീബായ തങ്ങളെ ഉണർച്ചയിൽ കണ്ടവരാണ്, വേറെ ചിലർ മനാമിൽ കണ്ടവരാണ്, പലതവണ കണ്ടവരാണ്. അല്ലാ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, അങ്ങനെ കാണാൻ. ഉമ്മമാരെ, നമ്മളെ ഖൽബ് നന്നായാലല്ലാതെ, നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നായാലല്ലാതെ ഹബീബായ തങ്ങളെ കാണാൻ പറ്റില്ല. അബൂലഹബിന്റെ ചാരത്തേക്ക് വരികയാണ്. അതാ ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരത്തേക്ക് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ വരികയാണ്. കല്ലുമായിട്ടാണ് വരുന്നത്. അതാ ഹബീബായ തങ്ങളെ എറിയാനാണ് വരുന്നത്. പക്ഷേ ഉമ്മു ജമീലിന് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? ഖൽബ് മോശമായതുകൊണ്ടാണ്, അനാവശ്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. നല്ല ഖൽബിലെ ഹബീബായ തങ്ങൾ വരികയുള്ളൂ. അനാവശ്യങ്ങളുള്ളയിടത്ത്, മാലിന്യങ്ങളുള്ളയിടത്ത് അല്ലാഹുവിന്റെ ഹബീബ് വരികയില്ല. ചിരിച്ചു കിടക്കുന്ന ജനാസ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ ആ ജനാസയൊന്ന് ഖബറിലേക്ക് എടുക്കാൻ അല്പമൊന്ന് വൈകിപ്പോയി. അപ്പോൾ ജനാസയായി കിടക്കുന്ന മഹാനായ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു മയ്യത്ത് കട്ടിലിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ ജനങ്ങളെ, എന്തേ എന്റെ ജനാസയൊന്ന് ഖബറിലേക്ക് പെട്ടെന്നെടുക്കാത്തത്? ജനാസയായ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു മയ്യത്ത് കട്ടിൽ നിന്ന് ജനാസ എടുക്കാനൊന്ന് വൈകിയപ്പോൾ വിളിച്ചു ചോദിച്ചു, എന്തേ എന്റെ ജനാസ പെട്ടെന്നെടുക്കാത്തത്? മുഹ്യിദ്ദീൻ ത്വമഈ സംഭവം എഴുതുന്നുണ്ട്. ജനങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യതകല്ലമു ബഅദൽ മൗത്ത്. എന്താണ് ഈ കേൾക്കുന്നത്? ജനാസയാണോ ഈ സംസാരിക്കുന്നത്? റിബഈ ഇബ്നു ഖിറാശ് വഫാത്തായതിനു ശേഷമാണോ സംസാരിക്കുന്നത്? അപ്പോൾ അതാ മയ്യത്ത് കട്ടിലിൽ നിന്ന് റിബഈ ഇബ്നു ഖിറാശ് തങ്ങളുടെ അടുത്ത ശബ്ദം വരികയാണ്, ഓ ജനങ്ങളെ, എനിക്ക് വേണ്ടി നിങ്ങൾ കുഴിച്ച ഖബറിൽ ഏറെ നേരമായി എന്റെ ഹബീബായ തങ്ങൾ വന്നവിടെ കാത്തിരിക്കുകയാണ്. എന്തേ എന്റെ ജനാസയൊന്ന് പെട്ടെന്ന് ഖബറിലേക്ക് എടുക്കാത്തതെന്ന് ജനാസയായ റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് വിളിച്ചു ചോദിച്ചെങ്കിൽ അത് ഹയാത്ത് കാലത്ത് ഹബീബായ തങ്ങളോടുള്ള ബന്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലിയിട്ട് മദ്ഹ് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിലായി ജീവിക്കുമ്പോൾ ആ ജീവിതം വലിയ ആനന്ദമുള്ള ജീവിതമാണ്, അത് വലിയ ആഘോഷമുള്ള ജീവിതമാണ്. എപ്പോഴാണ് ലോകത്തു നിന്ന് യാത്രയാകേണ്ടതെന്നറിയില്ല, എപ്പോഴാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതെന്നറിയില്ല. ഓ അസ്റായീലേ, എന്റെ വീടിന്റെ പണിയൊന്ന് തീർന്നോട്ടെ അസ്റായീലേ, എന്റെ ഭാര്യയൊന്ന് പ്രസവിച്ചോട്ടെ അസ്റായീലേ, എന്റെ മകളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അസ്റായീലേ,
എന്റെ പഠനമൊന്ന് കഴിഞ്ഞോട്ടെ അസ്റായീലേ, എന്റെ വയലൊന്ന് നിർത്തിക്കോട്ടെ അസ്റായീലേ. വന്ന് വിളിച്ചാൽ ഈ വക റെക്കമെന്റുകളൊന്നും വില പോകാത്ത നേരമല്ലേ. കിടന്നു കുടിക്കലല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ. ഓ സഹോദരന്മാരെ, പള്ളിക്കാട്ടിൽ ഇന്ന് കിടക്കുന്നവരെല്ലാം ഷുഗർ ഉള്ളവരായിരുന്നില്ല, എല്ലാവരും രോഗികളായിരുന്നില്ല. ആ കിടക്കുന്നവരെല്ലാം 70 വയസ്സുള്ളവരായിരുന്നില്ല. ഒരു രോഗവുമില്ലാതെ, ഒരു ഷുഗറുമില്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷറില്ല, വേറെ ഒരു കുഴപ്പമില്ല. ഇന്നലെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ അതാ എല്ലാ കാര്യങ്ങളിലും നല്ലതാണെന്ന്, ഒരു കുഴപ്പമില്ല എന്ന് സർട്ടിഫൈ ചെയ്ത മനുഷ്യരാണ്. നേരം വെളുത്തെഴുന്നേറ്റത് മയ്യത്താണ്, എഴുന്നേൽക്കുന്നില്ല, ഭാര്യ തട്ടിയിട്ട് ഉണരുന്നില്ല. എത്രയെത്ര ജനാദയാണ് അങ്ങനെ ഖബറിലുള്ളത്. അതുകൊണ്ട് ഏത് സമയത്ത് വന്ന് വിളിച്ചാലും അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഞാനും നിങ്ങളും ഖബറിലെത്തിയാൽ അവിടെ ഒരു ചോദ്യമില്ലേ? മലക്കുകൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ച് ഇതാരാണെന്നറിയുമോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ഹബീബായ തങ്ങളാണെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിവേദനത്തിൽ പിന്നെ വേറെ ഒരു ചോദ്യം കാണുന്നില്ല. ഹബീബായ തങ്ങളെ അറിയുമെന്ന് പറയുന്നതോടെ പിന്നെ ചോദിക്കാനില്ല. പിന്നെ അവിടെ സുഖമുള്ള നിദ്രയാണ്. അതേ സമയം ഹബീബിനെ അറിയില്ല എങ്കിലോ ഖബറിൽ വലിയ അദാബാണ്, വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മളുടെ ഖൽബ് ഹബീബായ തങ്ങളിലേക്ക് തിരിച്ച്, കണ്ടില്ലേ മക്കൾ, നമ്മളുടെ സന്താനങ്ങൾ പുതിയ സാഹചര്യങ്ങളിൽ ഏതെല്ലാം വൃത്തികേടുകളിലാണ് പെട്ടുപോകുന്നത്. ആരെയാണ് അവർക്ക് ഭയമുള്ളത്? ആരെയാണ് അവര് ബഹുമാനിക്കുന്നത്? ഒരാളെയും ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ പുതിയ തലമുറ വേണ്ട വൃത്തികൾ ചെയ്യുന്ന ഒരു ലോകമാണിത്. അല്ലാഹ് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ആഘോഷങ്ങളുടെ പേരിൽ എന്തെല്ലാം വൃത്തികേടുകളാണ് ചെയ്തു കൂട്ടുന്നത്. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം, ഒരു മസ്അല പറയുന്നതിന്റെ ആമുഖത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതിയിട്ടില്ലേ, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസി രാമൻ മരണപ്പെട്ടാൽ, ജോസഫ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മക്കളെ അച്ഛൻ മരണപ്പെട്ടതിന്റെ പേരിൽ തഅസിയത്തിന് വേണ്ടി പോകാം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. നമ്മളെ വീടിന്റെ അടുത്തുള്ള സഹോദര മതസ്ഥരായ ആളുകളുടെ വീടുകളിൽ മരണം സംഭവിച്ചാൽ അവരെ മക്കളെ ആശ്വസിപ്പിക്കാം. ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാം. ഇന്നലെ രാത്രി എന്റെ വീടിന്റെ സമീപത്തുള്ള രാമനോ ജോസഫോ രാത്രി ഭക്ഷണം കഴിക്കാൻ വീട്ടിലില്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടന്നാൽ നാളെ ആഖിറത്തിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിന്റെ എല്ലാ വശങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച മതം വേറെ ഏതാണുള്ളത്? നമ്മളെ വീടിന്റെ അയൽപ്പക്കത്തുള്ള ആൾ, അന്യമതസ്ഥനായ ആൾ, അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, പട്ടിണിയാണെങ്കിൽ ഇപ്പുറത്ത് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുന്ന മുസ്ലിമിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ആൾ ആഖിറത്തില്. എന്തേ നിന്റെ അയൽവാസിയായ രാമന് വെള്ളം കൊടുത്തില്ല? ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാം മതസൗഹാർദ്ദത്തിന്റെ എല്ലാ വശങ്ങളും കാണിച്ചു തന്നു. ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ചില ആചാരങ്ങൾ, അന്യമതസ്ഥരുടെ, അന്യ ഇസങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ ആചാരങ്ങൾ ഈ ഉമ്മത്ത് തലയിലേറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യാത്ര ചെയ്തവർക്ക്, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ യാത്രയിലാണ്, യാത്ര ചെയ്തവർക്കറിയാം ഇന്നൊക്കെ നമ്മളുടെ തെരുവുകളിൽ, നമ്മളെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പോയ പെൺകുട്ടികളുടെ വേഷം
ആരോടുള്ള കമ്മിറ്റ്മെന്റിന് വേണ്ടിയാണിത്? ആരോടുള്ള ഫോളോ അപ്പാണിത്? ഏതോ അന്യമതസ്ഥരായ ആളുകൾ അവരുടെ ആചാരപ്രകാരം നടത്തുന്ന ആഘോഷങ്ങളിൽ പോലും മുസ്ലിമീങ്ങളായ ആളുകൾ കൈയിട്ടലമ്പി. ഇതിനർത്ഥം നമ്മളുടെ ഹൈന്ദവരായ സുഹൃത്തുക്കൾ അവര് നമ്മളെ വന്നിട്ട് ഓണത്തിന് രാവിലെ വന്നിട്ട് മാപ്പിളെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പായസമാണ്, ഇതൊന്നും കുടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആട്ടിവിടണമെന്നല്ല. നമ്മളെ പെരുന്നാളിന് നമ്മളെ സുഹൃത്തുക്കളായ നമ്മളുടെ സഹോദര മതസ്ഥരായ ഹൈന്ദവരെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാം. അവര് നമ്മളെ സന്തോഷങ്ങളിൽ പങ്കെടുക്കട്ടെ. അവരെ ഓണാഘോഷത്തിന്റെ പേരില് അവരെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയണമെന്നില്ല. മതസൗഹാർദ്ദത്തിന് ഒരിക്കലും ഇസ്ലാം എതിരല്ല. പക്ഷേ ആചാരങ്ങൾ തമ്മിൽ മിങ്കിളാകുന്ന ഒരു കാലമല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നവരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ലോകം. നമ്മളുടെ ഈ മലബാറിന് മറ്റ് സ്റ്റേറ്റുകളെ, മറ്റ് ജില്ലകളെക്കാൾ ആകെ പിടുത്തം വിട്ടു. ഒരാളെയും ഭയമില്ല അല്ലെ? മലബാറിൽ ഈ അടുത്ത കാലങ്ങളിൽ വൃത്തികേടുകൾ മാത്രമാണുള്ളത്. തെക്കൻ കേരളത്തിലൊക്കെ അവരവരെ ജോലിക്ക് പോവാണ്. അവരൊന്നുകിൽ ഉദ്യോഗസ്ഥരാണ്, രാവിലെ എന്നിട്ട് അവർ ഓഫീസിൽ പോവാണ്. നമ്മളെ ഈ മലബാറിൽ കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള നമ്മളെ ഈ ഫുട്ബോൾ മാമാങ്കത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്തൊക്കെയായിരുന്നു? എത്ര സമ്പത്താണ്, എത്ര കോടിക്കണക്കിന് രൂപയാണ് നമ്മളെ നാടുകളിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത്. ഇതിനൊന്നും ഇവിടുത്തെ വേറെ സഹോദര മതസ്ഥരായ ആളുകളും ഇതിനൊന്നുമില്ല. നമ്മൾ മുസ്ലിമിന്റെ പണം ഇനി റബിയുൽ അവ്വൽ നടക്കുകയാണ് നാടുകളിലൊക്കെ. ഇതിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരോട് എന്തെങ്കിലും ഒരു സംഭാവന ചോദിച്ചാൽ കൊടുക്കാൻ അവർക്ക് 100 കൂട്ടം പരിഭവങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഉദാത്തമായ മാതൃകയിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്. കണ്ടില്ലേ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാം ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് താരീഖ് ദിമശ്കിൽ എഴുതുകയാണ്.